ഹലോ യൂട്യൂബ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റേതുള്ളത് ഹോണ്ടയുടെ CB350 RS ആണ്. അപ്പോൾ ഇന്ന് ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുമാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ റിവ്യൂയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ റിവ്യൂയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഇതാണ് വണ്ടി. കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇതിപ്പം ഡീലക്സ് ആണ്. ഇതിൻ്റെ രണ്ട് വേരിയൻ്റാണ് വരുന്നത്, ഡീലക്സും ഡീലക്സ് പ്രോയും. ഡീലക്സ് ബേസ് വേരിയൻ്റ് ആകെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും, പിന്നെ നമ്മളിപ്പോൾ സ്പീഡിൽ പോയിട്ട് സഡൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഹസാർഡ് ഹസാർഡല്ല ഇൻഡിക്കേറ്റേഴ്സ് നാലിങ്ങത്തുന്ന ഒരു ഫീച്ചർ. ഇത്രയേ ഉള്ളൂ വ്യത്യാസം ഡീലക്സും ഡീലക്സ് പ്രോയും തമ്മിൽ. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ ഉള്ളത് ഹോണ്ടയുടെ CB350 RS ആണ്. സത്യം പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അതായത് ഹൈനസും മറ്റേ CB350 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു സ്ക്രാംബ്ലർ എന്നുള്ള രീതിയിലാണ് ഹോണ്ട ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കുഴിയൊന്നും കയറി വന്നപ്പോൾ ഉണ്ടോ, വോയിസിൽ വലിയ ബ്രേക്കിംഗ് ഒന്നുമില്ല. സസ്പെൻഷൻ കിടിലം സോഫ്റ്റാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ പവറിനെ കുറിച്ച് പറയാം. ഇതിൽ വരുന്നത് 340hcc എഞ്ചിനാണ്, എയർ കൂൾഡ് എഞ്ചിനാണ്. അത് 20.7 ഹോഴ്സ് പവറും 30 Nm ഓഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് അവിടെ എത്തുമ്പോൾ ഒരു ഓപ്പൺ റോഡുണ്ട്. അപ്പോൾ ആ ഓപ്പൺ എടുത്തുമ്പോൾ ഇതിൻ്റെ പവർ കാണിച്ചു തരാം. പെട്ടെന്ന് KTM ഇങ്ങോട്ടപ്പോൾ KTM ഇങ്ങോട്ട് വന്നപ്പോൾ ഹോണ്ടയുടെ സ്വിച്ചസ് ഇൻഡിക്കേറ്ററും ഹോണ്ട സ്വിച്ച് എപ്പോഴും ഇതാണല്ലോ, തിരിച്ചാണല്ലോ, അടിക്കാൻ ഇത്തിരി പാടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ പവർ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സെക്കൻഡിലാണ്. ഇതാണ് അപ്പോൾ ഇതിൻ്റെ പവർ ഫിഗേഴ്സും. അതായത് രണ്ടാമത്തെ ഇവർക്ക് പുഷ്പം പോലെ 80 കയറും. ഒരു എന്താ പറയുന്നത്, സ്ട്രെസ്സോ ഒന്നുമില്ല, സുഖമായിട്ട് കയറി. ഞാൻ ലിമിറ്റർ പോലും ഹിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. സ്മൂത്തായിട്ടാണ് 80 കയറിയത്. എന്നിട്ട് അവിടെ നിന്ന് തേർഡ് ടു ഫോർത്ത് ടു ഫിഫ്ത്ത് സത്യം പറഞ്ഞാൽ ഇതിന് ക്രൂസിംഗ് ഗിയറാണ്. 4 പേരാണ് ഇതിന് പീക്ക് പവർ കിട്ടുന്നത്. ഫിഫ്ത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എഞ്ചിനൊരു സാച്ചുറേറ്റഡ് ഫീലാണ് തരുന്നത്. അതായത് ഒരു മടി പിടിച്ച രീതി. ഇനി പവർ കൊടുക്കണോ അതോ വേണ്ടോ എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ 4th വരെ ഇട്ട് പവർ കയറ്റാൻ നല്ല രസമാണ്. പിന്നെ റോഡ് അവിടെ തീർന്നു തുടങ്ങി. അതാണ് ഞാൻ പിന്നെ പെട്ടെന്ന് 5th ഇട്ട് അങ്ങ് ഇത് ചെയ്തത്. അതുകൊണ്ട് 100 സംതിങ് കയറി, ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഇതാരും ട്രൈ ചെയ്തത് ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ ചെയ്യുന്നതാണ്. അതായത് റോഡിലെപ്പോഴും നമ്മൾ നിയമങ്ങൾ അനുസരിച്ച് കറക്റ്റായിട്ട് തന്നെ ഓടിക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത കംഫോർട്ടിലോട്ട് കിടക്കാം. കംഫോർട്ട് എങ്ങനെയെന്ന് വെച്ചാൽ ഇരിക്കുന്ന പൊസിഷൻ, സീറ്റിംഗ് പൊസിഷൻ അപ്രൈറ്റ് ആണ്, പക്ഷേ ചെറുതായിട്ടൊന്ന് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുന്നു ഉണ്ട്. പക്ഷേ ഇതുവരെ ബോഡി പെയിൻ അങ്ങനെയൊന്നും വന്നിട്ടില്ല. പിന്നെ സീറ്റ് കിടിലാണ് കേട്ടോ. സ്റ്റോക്കായിട്ട് വരുന്ന സീറ്റിന് നല്ല കംഫോർട്ട് വരുന്നുണ്ട്. ഇതുവരെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് ഇതുവരെ കുഴപ്പമൊന്നും വന്നില്ല. വലിയ രീതിയിലൊന്നും ബോഡി പെയിനൊന്നും വന്നിട്ടില്ല. പിന്നെ കാലിത്തിരി സ്പോർട്ടിയാണ്, പക്ഷേ കുഴപ്പമില്ല. സ്ട്രെസ്ഡ് ആയിട്ടുള്ള രീതിയിലല്ല, റിലാക്സ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ വണ്ടിക്ക് നല്ല രസമുണ്ട് ഓടിക്കാനായിട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു 4ാമത്തെ ഗ്രേഡൊക്കെ 50-60 പോകും. എന്ത് സ്മൂത്തായിട്ടാണ് പോകുന്നത് അറിയുന്നില്ല ഓടുന്നത്. പിന്നെ ഇതിന് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ, നല്ല എക്സോസ് സൗണ്ട് ഉണ്ട്. കൈയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ മൈക്കിൽ ക്യാപ്ചർ ആയെന്ന് എനിക്കറിയാൻ വയ്യ. ഇപ്പം തന്നെ നല്ല ക്രോസ് ഉണ്ട്. അപ്പോൾ ഇത് തന്നെ ക്യാപ്ചർ ആണെന്ന് എനിക്കറിയാം. ഇപ്പം നല്ല ഒച്ച ഞാൻ മിണ്ടുന്നത് തന്നെ അമ്മേ. അപ്പോൾ കംഫോർട്ടിൻ്റെ കാര്യം, കംഫോർട്ട് നല്ല സുഖമാണ്. പില്ലിയണും കംഫോർട്ടുണ്ട്. പക്ഷേ പില്ലിയൺ ഈ ബാക്ക് റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട്, ഇതിന് ബാക്ക് റെസ്റ്റ് നമുക്ക് ആഡ് ഓൺ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ബാക്ക് റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ കൈ കൊടുത്തെടുക്കുമ്പോൾ സീറ്റിൽ നിന്ന് തെന്നിപ്പോകുന്നതായിട്ടൊരു ഫീൽ നമുക്ക് വരും. അപ്പോൾ അതേ ഉള്ളൂ കുഴപ്പം, വേറെ കുഴപ്പമൊന്നുമില്ല. കണ്ടോ എന്ത് രസമാണ്. ഗിയറിംഗ് ഒക്കെ പക്ക സ്മൂത്താണ് കേട്ടോ. ചെറിയൊരു ഹാർഡ്നെസ് ഉണ്ട്. നമ്മൾ ഹൈനസിലോ CB350 RS CB350 കണ്ട പോലെ ബട്ടർ സ്മൂത്ത് അത്ര സ്മൂത്തല്ല. അതിലൊക്കെ ഗിയർ വീഴുന്ന നമ്മൾ അറിയില്ല, പക്ഷേ ഇതിൽ ചെറുതായിട്ട് അറിയും. അതായത് ഗിയറിൻ്റെ അത് വീണിട്ട് ഉണ്ടെന്നുള്ളൊരു രീതി. ചെറിയ ഹാർഡ്നെസ് ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അത് നല്ലതാണ്. പിന്നെ ഇതിൻ്റെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹോണ്ട ഒരു 35
38 പറയുന്നത്. പക്ഷേ സിറ്റിയിൽ ഇതൊരു 35 പ്രതീക്ഷിക്കാം. ഹൈവേയിൽ 40+ കിട്ടും എന്തായാലും. നമ്മൾ ഹൈവേയിൽ ഒരു 70-80 ക്രൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായാലും 40-ന് മേളിൽ നമുക്ക് കിട്ടും. അയ്യോ, കാറുകാരൻ്റെ ടയറിൽ എന്തോ കുടുങ്ങിയിരിക്കുന്നുണ്ടോ. പ്ലാസ്റ്റിക് തന്നെ. ഇന്ന് നല്ല ക്രോസ് വിൻസ് ഉണ്ട്. അതുകൊണ്ട് മിക്കവാറും ഞാൻ പറയുന്നതിനെക്കാട്ടി കൂടുതൽ വിൻഡായിരിക്കും മൈക്ക് ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ മിറേഴ്സിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ വിസിബിലിറ്റി ഉണ്ടോയെന്ന് വെച്ചാൽ വിസിബിലിറ്റി ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത്തിരി ചെറിയൊരു മിററാണോ എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ കുഴപ്പമില്ല, എനിക്ക് ബാക്ക് വരുന്ന വണ്ടികളൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ചില ഗിയറിലൊക്കെ ഇട്ട് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ആക്സിലറേഷൻ അല്ലെങ്കിൽ ആക്സിലേറ്റ് ചെയ്ത് പോകുമ്പോൾ വൈബ്രേഷൻ ഉണ്ട്. പക്ഷേ റോയൽ എൻഫീൽഡ് കണ്ട അത്ര രീതിയിൽ കിടന്നിങ്ങനെ ഇതെല്ലാം കൂടെ ഇളകിപ്പോകുന്നല്ല, മനസ്സിലായല്ലോ, ഒരു ഭയങ്കരമായിട്ടുള്ള വൈബ്രേഷൻ ഇല്ല, ചെറിയ രീതിയിലുള്ള വൈബ്രേഷനുള്ളൂ. പിന്നെ വണ്ടിയുടെ വൈബ്രേഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എവിടെ നിന്നും എനിക്ക് വൈബ്രേഷൻ അത്ര അറിയാൻ വയ്യ. പിന്നെ അഥവാ 3rd ഗിയറൊക്കെ ഇട്ടൊക്കെ 20-ലൊക്കെ പോകാം. ലോങ് ടോർക്ക് ഇത്തിരി പാടാണ്, പോകുമ്പോൾ മാത്രമേ ഉള്ളൂ വൈബ്രേഷൻ അറിയുന്നത്. അല്ലാതെ എവിടെയും വൈബ്രേഷൻ വണ്ടിയിലില്ല. നല്ല സ്മൂത്തായിട്ടാണ് എൻജിൻ ബിൽഡ് ചെയ്തേക്കുന്നത്. ഹോണ്ടയുടെ ആ കാര്യത്തിൽ ഞാൻ ഹോണ്ടയുടെ ഭയങ്കര ഫാനാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിച്ചാൽ തട്ടിയെന്ന് വിചാരിച്ചു പെട്ടെന്ന് നോക്കിയപ്പോഴേ. അപ്പോൾ നമ്മൾ ബ്രേക്കിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ബ്രേക്കിംഗ് എന്തെന്ന് ചോദിച്ചാൽ കിടിലമാണതാ. ഞാൻ അത്ര ഹാർഡ് ബ്രേക്ക് ചെയ്തില്ല, അങ്ങ് മൈൽഡായിട്ട് പിടിച്ചിട്ട് തന്നെ വണ്ടി കറക്റ്റായിട്ട് നിന്നു. നമുക്ക് അതായത് ഞാൻ നേരത്തെ CB350 ഒരു വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ അതേ കാര്യം തന്നെ. ബ്രേക്കിങ്ങിൽ എനിക്കൊരു പേടിയില്ല, വണ്ടി പിടിച്ചാൽ നിൽക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് വണ്ടി കിടിലമായിട്ട് തരും. അപ്പോൾ ഇത് ഡീലക്സ് ആണ്. 2 വെർഷൻസാണ് വരുന്നത്, ഡീലക്സും ഡീലക്സ് പ്രോയും. അപ്പോൾ ഡീലക്സിന് 2,43,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഡീലക്സ് പ്രോയ്ക്ക് 2,58,000 സംതിങ് ആണ്. കറക്റ്റ് പ്രൈസ് പോയിന്റ് ഞാൻ ചെക്ക് ചെയ്തിട്ട് വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വണ്ടി വർത്ത് ഇറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഓരോരുത്തരുടെ പ്രിഫറൻസ് പോലെ ഇരിക്കും. അപ്പോൾ ഇതിപ്പം ഡെയിലി കമ്മ്യൂട്ടിന് യൂസ് ചെയ്യാൻ ബെസ്റ്റാണ്. വൈബ്രേഷൻസ് ഇല്ല, മൈലേജ് ആവശ്യത്തിന് തരുന്നുണ്ട്, ലുക്സ് ഉണ്ട്, കംഫോർട്ടുണ്ട്. ഹീറ്റിംഗ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ സിറ്റിയിലേക്ക് എത്തുമ്പോൾ എയർ കൂൾഡ് എഞ്ചിനാണ്. 350cc 350 ഇല്ല എങ്കിലും 340cc ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഹീറ്റിംഗ് ഉണ്ട്. ദൈവമേ, മിക്കവാറും മഴ പെയ്താൽ ഞാൻ നനയുമല്ലോ. വെള്ള ഷർട്ട് എടുത്തിട്ട് ഇന്ന് ചൂടറിയാതിരിക്കാൻ വേണ്ടി അപ്പോൾ അതോ മഴ പെയ്യാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇതിന്ന് ചെളി പിടിച്ചായിരിക്കും വീട്ടിൽ കയറാൻ പോകുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയുടെ പ്രൈസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്, പെട്ടെന്ന് കാര്യങ്ങൾ തെന്നി മാറിപ്പോയി, സോറി. അപ്പോൾ പ്രൈസിൻ്റെ കാര്യം, അപ്പോൾ ഡീലക്സും ഡീലക്സ് പ്രോയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നാവിഗേഷനും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും വരും. നാവിഗേഷൻ എന്ന് വെച്ചാൽ അത്ര ഡീറ്റെയിൽഡ് നാവിഗേഷൻ അല്ല, ജസ്റ്റ് ഒരു ആരോടെ ഒരു സംഭവമാണ്. അതും പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും. പിന്നെ നമ്മളിപ്പോൾ സ്പീഡിൽ പോയിട്ട് കാറിലൊക്കെ സഡനായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അസാഡ് ഓൺ ആവാറില്ല, അതേപോലൊരു ഫീച്ചർ ഇതിനകത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ഡീലക്സ് പ്രോയിലും. അതേ ഉള്ളൂ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല. അറൗണ്ട് എത്ര 15,000 സംതിങ് വ്യത്യാസമുണ്ട് രണ്ടും തമ്മിൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ വണ്ടി വീഡിയോ റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് കൊല്ലത്തെ ഹോണ്ട ബിഗ് വിങ് ഷോറൂമാണ്. കൊല്ലം ഈസ്റ്റ് എന്നാണ് പറയേണ്ടത്, കറക്റ്റ് എനിക്കറിയില്ല. എന്തായാലും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാം ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും താഴെയും കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ചുള്ള എന്ത് ഡൗട്ട്സും ഡീറ്റെയിൽസും പിന്നെ ബുക്കിംഗ് എൻക്വയറീസും എന്തുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അഥവാ വണ്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ ചെയ്താൽ മതി. ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം ഞാൻ റിപ്ലൈ ഇടാം. പിന്നെന്താണ്, അയ്യോ മഴ പിടിക്കുന്നല്ലോ. ഞാൻ പറഞ്ഞേ ഉള്ളൂ മഴ പിടിക്കുന്നുണ്ടോ. എല്ലായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ മഴ പിടിച്ചു, എന്നെ ചതിച്ചു. മിക്കവാറും ഇന്നത്തെ വീഡിയോ പാതി ചേർത്തേണ്ടി വരുമായിരിക്കും. മൂന്നാമത്തെ ഗിയറിൽ 40-ലൊക്കെ പോകുന്നത് ഭയങ്കര സ്മൂത്തായിട്ടാണ് കേട്ടോ, ഒന്നും അറിയുന്ന പോലുമില്ല. ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ഷിഫ്റ്റിങ് വന്നില്ല എനിക്കിതുവരെ, പക്ഷേ കുഴപ്പമില്ല.
ആ 20 പോകുന്നുണ്ട് കേട്ടോ. ഓവർടേക്ക് ചെയ്ത് പോകും കാറുകാരാ. ഇല്ല 20 താഴെ സെക്കൻഡ് പോയപ്പോൾ ഒരു നോക്കിങ് വന്ന് ശ്രദ്ധിച്ചോ. ലോണ്ടവർക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. മഴ തീർന്നെന്ന് തോന്നുന്നു, ചെറിയൊരു ചാറ്റൽ മഴ ഉള്ളായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കറങ്ങി വീഡിയോ എന്തായാലും അവസാനിപ്പിക്കാം. അപ്പോൾ ഗൈസ്, ഹോണ്ട CB350 RS റിവ്യൂ ഇത്രയും ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതേപോലുള്ള വീഡിയോകൾക്കായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നമുക്ക് വീണ്ടും കാണാം. അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.